തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് നിയുക്ത MLA-മാരുടെ യോഗത്തിൽ മോൻസ് ജോസഫിനെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു. മന്ത്രിമാർ ആരൊക്കെയെന്നതും വകുപ്പുകളെപ്പറ്റിയും കോട്ടയത്ത് ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനമെടുക്കും. 2011 UDF സർക്കാർ രൂപീകരിച്ചപ്പോൾ 9 സീറ്റുകളുള്ള കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചത് 2 മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് പദവിയും. അത് ജോസഫും മാണിയും പിളരുന്നതിന് മുമ്പുള്ള കാലമാണ്. അന്നത്തെ സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്നാണ് PJ ജോസഫിന്റെ നിലപാട്. അപ്പുവിനും മോൻസിനുമാകും മന്ത്രിസ്ഥാനം ലഭിക്കുക. കൃഷി താല്പര്യമുള്ള വകുപ്പെന്ന് അപ്പു ജോസഫ്. തീർച്ചയായിട്ടും താല്പര്യമുള്ള വകുപ്പാണ്. പക്ഷേ അതൊക്കെ പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. കോട്ടയത്തെ നേതൃയോഗത്തിൽ ഔദ്യോഗികമായി തീരുമാനിക്കുമെങ്കിലും പാർട്ടിയിൽ ഇക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. മുന്നണി ചർച്ചകളിൽ 2 സീറ്റ് വിട്ടു നൽകിയത് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ കൂടുതൽ കരുത്തു നൽകും. ഇതിനിടയിൽ അപ്പു ജോൺ ജോസഫും ഷിബു തെക്കുംപുറവും കോതമംഗലം രൂപതാ ബിഷപ്പ് ജോർജ് മഠത്തിലിനെ സന്ദർശിച്ചു. മീഡിയ 1 ഇടുക്കി.